നിതീഷ് കുമാർ ഇന്ന് ബീഹാർ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞേക്കും. പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾക്കായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ കേന്ദ്ര നിരീക്ഷകനായി BJP പാർലമെന്ററി ബോർഡ് നിയോഗിച്ചു. ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൗധരി, വിജയ്കുമാർ സിൻഹ എന്നിവരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ടെങ്കിലും ബീഹാറിൽ സർപ്രൈസ് മുഖ്യമന്ത്രിക്കും സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ബീഹാറിൽ ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രി വരാൻ പോകുന്നു. എങ്ങനെയാണ് ചർച്ചകളും ഒക്കെ, ഒപ്പം ആർക്കൊക്കെയാണ് സാധ്യത? നിലവിലെ മുഖ്യമന്ത്രിയും JDU അധ്യക്ഷനുമായിട്ടുള്ള നിതീഷ് കുമാർ കഴിഞ്ഞ ആഴ്ച രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇന്ന് പട്നയിൽ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നിതീഷ് കുമാർ രാജി സമർപ്പിക്കുമെന്നുള്ളതാണ് നിലവിലെ റിപ്പോർട്ടുകൾ. അതോടുകൂടിയും പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ ഔദ്യോഗികമായി ആരംഭിക്കും. ഇതിനോടകം തന്നെ പ്രാഥമിക ചർച്ചകൾ BJPക്കുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട്. മായ ചൂണ്ടിക്കാട്ടിയതുപോലെ ബീഹാർ എന്ന സംസ്ഥാനത്ത് ആദ്യമായി BJPക്ക് ഒരു മുഖ്യമന്ത്രിയെ ലഭിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA മികച്ച ഭൂരിപക്ഷം ലഭിക്കുകയും അതിൽ തന്നെ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നുവെങ്കിൽ പോലും രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയായിരുന്നു. നിലവിൽ നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നു, രാജ്യസഭയിലേക്ക് എത്തുന്നു. ഈ ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായി BJPക്ക് മുഖ്യമന്ത്രിയെ ലഭിക്കുന്നത്. നിലവിൽ ചർച്ചകൾ നിരവധി പേരുകൾ എത്തുന്നുണ്ടെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി, കൂടാതെ മറ്റൊരു ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹ തുടങ്ങിയവരുടെ പേരുകളാണ് പട്ടികയിൽ മുന്നിലുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പേരുകളിലേക്ക് പല സംസ്ഥാനങ്ങളിലും ഹരിയാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമെല്ലാം തന്നെ BJP മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ശൈലിയും ഒപ്പം ആ പേരുകളും നമുക്കറിയാം. ഒരു മാധ്യമങ്ങളുടെ തലക്കെട്ടിലും ഉൾപ്പെടാത്ത പേരുകളിലേക്കായിരുന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലും എല്ലാം തന്നെ BJP മുഖ്യമന്ത്രി സ്ഥാനം എത്തിച്ചത്. അതുകൊണ്ടൊരു സർപ്രൈസ് മുഖ്യമന്ത്രി ബീഹാറിൽ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. നിലവിൽ സാമ്രാട്ട് ചൗധരി, വിജയ്കുമാർ സിൻഹ തുടങ്ങിയവരുടെ പേരുകളാണ് BJP നേതൃത്വം പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾക്കായി കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെയാണ് BJPയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡ് നിയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരും. 16-ാം തീയതി പട്നയിൽ വെച്ച് NDA നേതൃയോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ചായിരിക്കും പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ബീഹാർ മുഖ്യമന്ത്രി പദം നിതീഷ് കുമാർ ഒഴിയുന്നതോടെ അടുത്ത മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചകളിലേക്കാണ് ഇനി BJP കടക്കുക. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.